ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ മനോഹരമായ ഒരു പീക്കോക്ക് ഫെദറുമായിട്ടാണ് ഞങ്ങൾ എടുത്ത് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. അധികം ധരിപ്പിക്കുന്നില്ല, നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കൃഷിന് വേണ്ടിയിട്ട് ഫെദറിൻ്റെ എന്തെങ്കിലും മകുടം ഉണ്ടാക്കണമെങ്കിൽ, ക്യാപ്പ് പോലെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ, തലയിൽ അലങ്കരിക്കാൻ, അതുപോലെ തന്നെ കൃഷിന് ഉടുപ്പ് തയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ, അങ്ങനെ പല പ്രൊജക്റ്റിലും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പ്രൊജക്റ്റിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിനായിട്ട് വേണ്ടുന്നത് 3 കളറിലെ യാണാണ്. ഒന്ന് മെയിൻ കളർ, ഇത് ബ്ലൂ കളറ്, ദെൻ ഗ്രീൻ കളറ് ആൻഡ് യെല്ലോ കളർ. ഓക്കെ, നമ്മൾ ബ്ലൂ കളർ വെച്ചാണ് നമ്മൾ ആദ്യം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേറെയും കളർ പീക്കോക്കിൻ്റെ ഇതനുസരിച്ച് ഉണ്ടാക്കാം. ഇവിടെ ഇതിന് ഈ യെല്ലോ ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലൈറ്റ് ബ്ലൂ ചെയ്യാം. എപ്പോഴും കോമ്പിനേഷൻ നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് 4 പ്ലൈ ആണ്. ഞാൻ പറയാൻ മറന്നു, ഇത് 4 പ്ലൈ ആണ്. ആൻഡ് ഇത് 3 mm ക്രോഷ്യാണ് കേട്ടോ, ഹുക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് 4 പ്ലൈ ആണ് ഉപയോഗിക്കുമ്പോൾ 2.5 to 3.5 വരെയുള്ള ഹുക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രോജക്റ്റിനെ അനുസരിച്ചിട്ട് കേട്ടോ. നമ്മൾ ഇത് ഒരു കോമൺ 4 പ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആണിത്, അക്രിലിക്കാണ്. ഇത് നമ്മൾ എല്ലാ പ്രൊജക്റ്റിനും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, എല്ലാവരും ക്രോഷ്യ ചെയ്യുന്നവരൊക്കെ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് ചെയ്യാനും എളുപ്പമാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ഉള്ളവർക്ക് നിങ്ങൾ 4 പ്ലൈ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. കുറച്ച് തിക്നെസ്സും അധികം തിക്നെസ്സും ഇല്ലാത്തതായതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ 2 ഫിംഗറിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഒരു മാജിക് സർക്കിൾ എന്ന് പറയും. മാജിക് സർക്കിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ 2 വിരലിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ 2 ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തേത് എടുത്തിട്ട് ഈ രണ്ടാമത്തേതിനെ ഇങ്ങനെ പുള്ളി ചെയ്യുക, പുറത്തേക്ക് വലിച്ചിട്ട് നമ്മുടെ ഈ വർക്കിംഗ് ആണ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഒരു നോട്ടിടുക. അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ള നമ്മുടെ മാജിക് റിങ് റെഡി. അതിനെ മാജിക് റിങ് എന്നാണ് പറയുന്നത് ക്രോഷ്യോയിൽ. നമ്മൾക്കിനി ചെയ്യാൻ പോകുന്നത് 1 2 3 ചെയിൻ. 3 ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ 3 ചെയിൻ ഇതിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യോ ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾക്കിനി ഇത് കൂടാതെ ഒരു 13 ഡബിൾ ക്രോഷ്യോ ഉണ്ടാക്കണം. ഇതും കൂടെ കൂട്ടിയാണ് നമ്മൾ 14 പറയുന്നത്. ഡബിൾ ക്രോഷ്യോ എന്ന് പറയാൻ അറിയാമല്ലോ, യാൺ ഓവർ 2 ലൂപ്പ്, ദെൻ 2 ലൂപ്പ്. ഇതിനെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്, DC. ദെൻ വീണ്ടും ഇപ്പം നമ്മുടെ 3ാമത്തെ ഡബിൾ ക്രോഷ്യോ, 4 5 6 7 8 9
10 നമ്മൾ ചെയ്തു കേട്ടോ. 14 മൊത്തം വീണ്ടും ഞാൻ ഇതിനെ ഒന്ന് വലിക്കാൻ ഇങ്ങനെ ഇത് ലൂസാകുമ്പോൾ ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഈ രണ്ടും ഇതിൽ കൂടെ പിടിച്ചേക്കണം. ഇത് ഇച്ചിരി നീളം ഇട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ പോയി ഇതിനകത്താൻ കയറിപ്പോകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നമ്മളിങ്ങനെ രണ്ടിൽ കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്താണ് ചെയ്യണം കേട്ടോ. 10 നമ്മൾ ചെയ്തു. 11, 12, 13, 14. ഞാൻ 14 കംപ്ലീറ്റ് ചെയ്തു. 14 തന്നെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എങ്ങനെ കൗണ്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ 1 ഈ ആദ്യത്തേതിനെ കൗണ്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓക്കെ. വേറൊരു ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഹോള് എണ്ണി പോകാം. അങ്ങനെ പറ്റാത്തവർക്ക് ഹോൾ എണ്ണുമ്പോഴും 14 കിട്ടണം. നമ്മൾക്കിതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യൂല, ഇവിടോട്ട് എന്താ പറയുക യോജിപ്പിക്കൂല, ഇത് കൂട്ടൂല. ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഇതിനെ നൂല് കുറച്ച് നീട്ടിയെടുക്കുക. എന്നിട്ട് ഈ നൂല് കണ്ടിക്കുക. കണ്ടിച്ചിട്ട് നമ്മൾ ഈ നൂലിനെ ഇങ്ങനെ പുറകേക്ക് പിടിക്കുക. ഇത് നമ്മളിനിയും ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചില്ലേ, അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്കാണ് നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ യെല്ലോ കളർ യാണാണ് എടുക്കുന്നത്. യെല്ലോ കളർ യാൺ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോട്ടോ. ഈ യാൺ എടുത്തു, ഇതിനെ ഇതിലേക്ക് എടുത്തു. അറ്റാച്ച് ചെയ്യുന്ന പല രീതി ചെയ്യാം കേട്ടോ. ഇത് സിമ്പിൾ ഇതിലേക്ക് കെട്ടിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റണ ആ രീതിയിൽ ചെയ്യട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മളൊരു ചെയിനിട്ടു, 2 ചെയിനിട്ടു. ഓക്കെ. ഇവിടെ 2 ചെയിനിട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ചെയിന് ശേഷം നമ്മൾ ഇതില്ല ഈ സ്പേസിൽ നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. 6 ഡബിൾ ക്രോഷ്യ ചെയ്യും നമ്മൾ. 1, 2 നൂലിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ നോക്കണത്. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യായി. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, 1, 2, മൂന്നാമത്തെ, ആ ബ്ലൂ നൂലിനെയും കൂടെ പിടിച്ചോണം കേട്ടോ. 1, 2, 3, 4, 1, 2, 3, 4, 5, 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു കേട്ടോ. 6 ഡബിൾ 1, 2, 3, 4, 5, 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. 6 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം
നമ്മൾ ഈ മൂന്നാമത്തെ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഇടുക. 1 2 3 4 1 2 3 4 1 2 3 4 5 6. ഈ 6 എണ്ണത്തിന് ശേഷം 1 2 3 4 5 6 6 ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതിൽ ചെയ്യുമ്പോൾ 2 എണ്ണം ചെയ്യണം. ഇവിടെയെല്ലാം നമ്മൾ ഒന്നല്ലേ ചെയ്ത്, ഈ 2 എണ്ണം ചെയ്യണം. ഈ ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം ചെയ്യണം. ഈ ഇവിടെ 2 എണ്ണം ചെയ്തത് പിന്നീട് ഞാൻ പറയും ഈ 2 എണ്ണത്തിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഇവിടെ 6 എണ്ണം ചെയ്തതിന് ശേഷം ഇവിടെ 2 എണ്ണം ചെയ്യും 7ാമത്തേതിൽ. വീണ്ടും ബാക്കിയുള്ളത് നമ്മൾ കണ്ടിന്യൂ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകും. ബാക്കി 6 എണ്ണത്തിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ നൂലിനെ നമ്മൾ മാറ്റുന്നുണ്ട്. ഇതിങ്ങനെയാണ് എന്നോട് പറഞ്ഞുതരാം നമ്മളെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മളിവിടെ നൂല് 6ാമത്തെ ഇതിൽ അറ്റാച്ച് ചെയ്തു. 6ാമത്തെ നെക്സ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നൂല് ആഡ് ചെയ്തിട്ട് നമ്മൾ സിംഗിൾ ചെയിൻ ഇട്ടിട്ട് പിന്നെ എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഇതിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മൾ ഈ റൗണ്ടിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. അതിനുശേഷം ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു. 6 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 7ാമത്തെ സ്റ്റിച്ചിൽ വന്നപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ബാക്കി 6ൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ നമ്മളിതിനെ കണ്ടിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഓക്കെ, 2ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മളിതിനെ വലിച്ച് അടുപ്പിക്കുക. ഇതിന് നമുക്ക് ഈ ഹോളിൻ്റെ ആവശ്യമില്ല. ഈ ഹോളിനെ നമ്മൾ മാക്സിമം വലിച്ച് അടുപ്പിക്കുക. എവിടേക്കാണോ ഈ നൂല് നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് തന്നെ വലിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഈ നൂല് നിങ്ങൾക്ക് അടുത്ത് കിട്ടും കേട്ടോ. മാക്സിമം അടുപ്പിക്കുക. എത്ര അടുപ്പിക്കുക അത്രയും അടുപ്പിക്കുക. ഇത് കാണാൻ പാടില്ലാത്തത് ഞാൻ ഒരെണ്ണത്തിൻ്റെ അടുപ്പിച്ചിട്ടില്ല. അതുപോലെ ചെയ്ത് ഇങ്ങനെ അടുപ്പിക്കുക. അതായത് ഞാനെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയ്തത്. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഞാൻ മറന്നു അടുപ്പിക്കാൻ. അതായത് സാരയില്ല, കുഴപ്പമില്ലാതെ വേറെ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ നേരം കുഴപ്പമില്ല. ഇത് കണ്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം അടുപ്പിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ നൂലിനെ നമുക്ക് വെക്കാം. അല്ലാച്ചാൽ ഈ നൂല് നമ്മൾക്ക് പുറത്തേക്ക് വലിച്ചിട്ട് ഈ നൂലിനെ നീളമുള്ള ഏത് നൂലാണോ അതിനെ നമുക്ക് ഇതിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു കെട്ടിടാം കേട്ടോ. അല്ല ആ നൂലിനെ ഇതിലേക്ക് തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് കണ്ടിച്ച് കളഞ്ഞാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൂലിന് നീളം ഉള്ളതുകൊണ്ട് കെട്ടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നീളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടുകയും ചെയ്യാം. പക്ഷേ അത് കെട്ടുമ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യല്ലോ. ഒത്തിരി ടൈറ്റ് ചെയ്താലേ നിങ്ങളുടെ ഫെദറിൻ്റെ ഷേപ്പ് ചിലപ്പം പോകും. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ.
ഇതിപ്പോൾ നിങ്ങളെ ഞാൻ ഓപ്ഷൻ കാണിക്കുന്നേ ഉള്ളൂ. നൂല് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് കോർത്തിട്ട് 2-3 പ്രാവശ്യം കോർത്തിട്ട് അതിനെ അറ്റാച്ച് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ ഒരു ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് പോവും. ഇനി നമ്മൾക്ക് ഇതിൽ 3ാമത്തെ റൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. കണ്ടോ, ഇത് ഫെദറിൻ്റെ 2 ഇതായി. ഇനി 3ാമത്തെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇനി നമ്മുടെ 3ാമത്തെ റൗണ്ടും ഇതിൻ്റെ ലാസ്റ്റ് റൗണ്ടാണിത്. നമ്മൾ ചെയ്യുന്നത് ഈ 6ാമത്തെ നമ്മൾ ചെയ്ത 6ാമത്തെ ഇതില്ലേ ഡബിൾ ക്രോഷ്യ, അതിലേക്കാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യണേ. നമ്മൾ അറ്റാച്ച് ചെയ്തു. ഗ്രീൻ കളർ, ഒന്ന്, 2 സ്റ്റിച്ച് ഇട്ടു. അതിനുശേഷം നമ്മൾ അടുത്ത ചെയിനിൽ, ആദ്യത്തെ ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, സെയിം ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത് ഇങ്ങനെ യാൺ ഓവർ ചെയ്യാതെ ചെയ്യുന്നതാണ് സിംഗിൾ ക്രോഷ്യ. പിന്നെ അടുത്ത ചെയിനിൽ നമ്മൾ വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ ഇട്ടു. അത് കഴിഞ്ഞ് അടുത്ത ചെയിനിൽ ഇനി നമ്മൾ ചെയ്യുന്ന ഇവിടെ ഒരു 2 ചെയിൻ ഇട്ടു, അറ്റാച്ച് ചെയ്തു, 2 സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കി, വീണ്ടും ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ, ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ. ഒരു മിനിറ്റ് ഇവിടെ കാണിക്കാം. ഇവിടെ നമ്മൾ 2 ചെയിൻ ഇട്ടു, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടു, 2 സിംഗിൾ ക്രോഷ്യ ഇട്ടു, വീണ്ടും നമ്മൾ അടുത്തതിൽ വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ 4 സിംഗിൾ ക്രോഷ്യ 2 ഇതിലിട്ടു. ദെൻ നമ്മൾ അടുത്തതിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ യാൺ ഓവർ ഈ 3 ലൂപ്പിൽ കൂടെ ഒന്നിച്ചെടുക്കും. അതിനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, 3 ലൂപ്പിൽ കൂടെ എടുത്തു. വീണ്ടും അടുത്തതിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്തു, വീണ്ടും ആ സെയിം ചെയിനിൽ ഒന്നുകൂടെ ചെയ്തു. അപ്പം നമ്മൾ 2 എണ്ണം ഓരോ ചെയിനിലും 2 എണ്ണം ചെയ്ത് പോകണേ. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യില്ല. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ യാൺ ഓവർ ചെയ്തു, പുള്ളി ചെയ്തതിന് ശേഷം 3 ലൂപ്പിൽ കൂടെ ഒന്നിച്ച് വലിച്ചു, അതിനെ ഹാഫായിട്ട് കണക്കാക്കും. ഇനി നമ്മൾ ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് യാൺ ഓവർ 2 ലൂപ്പിൽ കൂടെ എടുത്തു, ദെൻ 2 ലൂപ്പിൽ കൂടെ. ഇതാണ് ഒരു DC എന്ന് പറയുന്നത്. വീണ്ടും അതിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ചെയ്തു. പിന്നെ നെക്സ്റ്റിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡബിൾ ക്രോഷ്യ അല്ലേ ചെയ്തത്, ഇനി ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ ഒരു പ്രാവശ്യമാണ് ഓവർ ചെയ്തു, ട്രിപ്പിൾ ക്രോഷ്യക്ക് ഒരു പ്രാവശ്യം കൂടെയാണ് ചെയ്തത്. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത് 1, 2, 3 പ്രാവശ്യം ലൂപ്പിൽ കൂടെ വലിക്കുന്നതിനാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. വീണ്ടും ട്വൈസ് യാൺ ഓവർ സെയിം സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷ്യം കൂടെ ചെയ്യും. ഓക്കെ, അങ്ങനെ ഇവിടെ 2 ട്രിപ്പിൾ ക്രോഷ്യ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഇടയിൽ നമ്മൾ 2 എണ്ണം ചെയ്തില്ലേ, 6 എണ്ണം ചെയ്തിട്ട് പിന്നെ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ 6 എണ്ണം ചെയ്തിട്ട് 7ാമത്തേൽ വന്നപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിനിടയിൽ ഇനി നമ്മൾക്കിവിടെ 3 സ്റ്റിച്ചസ് ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആദ്യം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ 2 പ്രാവശ്യം yarn over എടുത്തു, ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. 1 2 3 2 ലൂപ്പിൽ കൂടെ 3 പ്രാവശ്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുന്നത്, 4 ഡബിൾ ക്രോഷ്യ എന്നൊക്കെ പറയും. ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ അടുത്ത സ്റ്റെപ്പ് 4 ക്രോഷ്യ, 4th ക്രോഷ്യ. അപ്പോൾ ഇതിന് നമ്മൾ 1 2 3 പ്രാവശ്യം yarn over ചെയ്യണം. ഇങ്ങനെ ഡബിൾ ക്രോഷ്യക്ക് 1 പ്രാവശ്യം yarn over, ട്രിപ്പിൾ ക്രോഷ്യക്ക് 2 പ്രാവശ്യം yarn over, 4th-ന് 1 2 3 പ്രാവശ്യം yarn over ചെയ്തിട്ട് നമ്മൾ ലൂപ്പിൽ സെയിം ആണ്. വീണ്ടും 2-നകത്തൂടെ എടുത്തു, 1 2 3 4 പ്രാവശ്യം നമ്മൾ ചെയ്തു. അതിനെയാണ് നമ്മൾ 4 പ്രാവശ്യം ഡബിൾ ക്രോഷ്യ ചെയ്തു. മീൻസ് സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, 4th ക്രോഷ്യ എന്ന് വേണേൽ പറയാം. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും. ഇവിടെ നമ്മൾ 3 ചെയ്യും. നമ്മുടെ ഈ ലൂപ്പിൽ നമ്മൾ 3 ചെയ്യും. എല്ലായിടത്തും നമ്മൾ 2 ചെയ്ത് വന്നത്, ഇവിടെ 3 ചെയ്യും. കണ്ടോ, ഈ ഒരു ലൂപ്പിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ, ഒരു 4th ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ, അങ്ങനെ. ഇനി നമ്മൾ വീണ്ടും ചെയ്യാൻ പോണേ, ഇതിന് പിന്നിൽ നമ്മൾ ചെയ്തത് 2 ട്രിപ്പിൾ ക്രോഷ്യ അല്ലേ, അതുപോലെ തന്നെ നമ്മളിവിടെ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക അടുത്തതിനകത്ത്. 1 2 3. അതിനുശേഷം ഒരെണ്ണം കൂടെ ചെയ്യും. ഇതിനകത്ത് ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. 1 2 1 2 3 പ്രാവശ്യം നമ്മൾ ലൂപ്പിൽ കൂടെ വലിക്കുന്നതിനാണ് ട്രിപ്പിൾ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം ലൂപ്പിൽ കൂടെ വലിക്കുമ്പോൾ ഡബിൾ ക്രോഷ്യ, 3 പ്രാവശ്യം വലിക്കുമ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ, 4 പ്രാവശ്യം വലിക്കുമ്പോൾ ക്രോഷ്യ, അങ്ങനെയാണ്. ഈ 4 ഉള്ള ക്രോഷ്യ എന്ന് പറയുന്നത് നമ്മൾ വളരെ റെയറായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ഈ കോമൺ യൂസ് ചെയ്യുന്നത് സിംഗിളും ഡബിളും ഹാഫ് ഡബിളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ട്രിപ്പിൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണേ, അടുത്തത് നമ്മൾക്ക് 2 ഡബിൾ ക്രോഷ്യ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്നില്ലേ, അത് തന്നെ ഉൾട്ട പോവാണ്, നമ്മൾ തിരിച്ചു പോവാം. ഇവിടെ നിന്ന് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യും, ഇനി ഈ ഒരു ഷേപ്പിൽ കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു 2. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ 2 ചെയ്യും. ഇനി സെയിം ഇതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ഓക്കെ, 2 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തതിലും 2 ഡബിൾ ക്രോഷ്യ. ഈ 2 വീതമാണ് നമ്മൾ ചെയ്യണേ. 2 2 ഇപ്പം 4. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ, 3 കൂടെ ഒന്നിച്ചെടുക്കുന്ന ഹാഫ് ഡബിൾ ക്രോഷ്യ, yarn over 3 കൂടെ ഹാഫ് ഡബിൾ. പിന്നെ സെയിം അടുത്തതിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യണേ. 2. ഇനി നമ്മൾക്ക് എന്താ വരേണ്ടത്, സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾക്ക് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇതൊന്നിലൊരെണ്ണം ചെയ്തു, ഒരെണ്ണം കൂടെ ചെയ്തു, പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്തു ലാസ്റ്റിലത്തെ. 1 1 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള എത്ര സ്റ്റിച്ചസ് ഉണ്ടോ ആ സ്റ്റിച്ചസ് എല്ലാത്തിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകും. ഇങ്ങനെ ഉണ്ടെന്ന് എടുത്തിട്ട് ഓരോന്നോരോന്ന് ജസ്റ്റ് ഓരോന്നോരോന്ന് 2 3 ഓരോന്നോരോന്ന് ചെയ്തു പോകും കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
പിന്നെ നമ്മൾക്ക് ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ അവസാനിപ്പിക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചു. ഇതിന് നൂല് ബാക്കിയുള്ളതിനെ കട്ട് ചെയ്യുക. കണ്ട, ഇപ്പോൾ ഒരു ഫെദറായില്ലേ. ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനിയും ചെയ്യേണ്ടത് ഈ ഞാൻ ഓൾമോസ്റ്റ് നൂലിനെയൊക്കെ അകത്ത് പിടിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂലുകളെയൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റ് വന്ന നൂലിനെ നമ്മൾക്ക് പുറകിലേക്ക് ഇങ്ങെടുക്കാം. പുറകിലെടുത്തിട്ട് ഇവിടെ നൂലിന് കുറച്ചും കൂടെ ഇതുണ്ടായിരുന്നു, നമുക്ക് ഇതായിട്ട് അങ്ങ് കെട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നൂല് നിങ്ങൾ വിടുമ്പോൾ കുറച്ച് നൂല് വിട്ട് കഴിഞ്ഞാൽ ഇതിനെ അങ്ങോട്ടാക്കിയിട്ട് ഒന്നിച്ച് അതിൻ്റെ കൂടെ കെട്ടി നമ്മൾക്ക് ചെയ്യാമല്ല വെച്ചാൽ ഇങ്ങനെ ഇതിലൊക്കെ. പക്ഷേ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കുക, കാരണം ചിലപ്പം ഇവിടെ അങ്ങനെ സെക്യൂർ ചെയ്യുക. ബാക്കിയുള്ള നൂലൊക്കെ ഇങ്ങനെ കണ്ടിച്ച് കളയാം. ഇതിലായതുകൊണ്ട് അപ്പം എല്ലാവരും ഇതായിപ്പം ഞാൻ 4 ഉണ്ടാക്കി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ, ഫോർത്ത് എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. സീ യു ഓൾ നെക്സ്റ്റ് ടൈം.